അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖനതൂ മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ ഇന്നഹു ഹുവസ്സമീഉൽ അലീം. ബഹുമാനികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ മഹത്വങ്ങൾ പറയാൻ വേണ്ടി ഒരുമിച്ച് കൂടിയ നമ്മുടെ ഈ മഹത്തായ ഒരുമിച്ച് കൂടലിനെ സ്വീകരിക്കട്ടെ. അവൻ്റെ ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങളിൽ അള്ളാഹു നമ്മുടെ ഈ കൂടിച്ചേരലിനെ ചേർക്കട്ടെ. ഇവിടെ ഇരിക്കുന്ന ഓരോ നിമിഷങ്ങളും നാളെ ആഖിറത്തിൽ പ്രതിഫലം കിട്ടുന്ന നല്ല നിമിഷങ്ങളായി അള്ളാഹു കബൂലാക്കട്ടെ. വളരെ ദൂരെ നിന്നൊക്കെ ഈ മഹത്തായ സദസ്സിൽ പങ്കെടുത്ത ഓരോ ആളുകൾക്കും അവരുടെ ഓരോ കാൽപാദങ്ങൾക്കും അള്ളാഹു പ്രതിഫലം നൽകട്ടെ. ഇവിടെ ചെലവഴിക്കുന്ന ഓരോ നിമിഷങ്ങളും നാളെ മീസാനിൽ വലിയ ഭാരമായി, അമലിൻ്റെ ഭാരമായി, ത്വാഅത്തിൻ്റെ ഭാരമായി അള്ളാഹു ചേർക്കട്ടെ. വിശുദ്ധമായ റമദാൻ നമ്മളിലേക്ക് കടന്നു വരാൻ വളരെ കുറഞ്ഞ സമയം മാത്രമേ ബാക്കിയുള്ളൂ. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ വിശുദ്ധമായ റമദാനിലേക്ക് കടക്കാൻ പോവുകയാണ്. വിശുദ്ധമായ റമദാനിനെ സ്വീകരിക്കൽ ഒരു വിശ്വാസിയുടെ വലിയ ബാധ്യതയാണ്. വിശുദ്ധ റമദാനിനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് വന്നാൽ സ്വീകരിക്കലല്ല, വരുന്നതിന് മുന്നേ ഒരുങ്ങി തയ്യാറായി നിൽക്കണം. നമ്മൾ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ വരുന്നു എന്നറിഞ്ഞാൽ നമ്മൾ അതിനു വേണ്ടി ഒരുങ്ങും, അവരെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കും. അതിനുവേണ്ടി അവർക്കിഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് തീർത്തു വെക്കും. ഇത് പൊതുവേ സ്വീകരിക്കുന്ന ആളുകൾ ചെയ്തു വരുന്ന ഒരു പ്രക്രിയയാണ്. ഇതുപോലെയാണ് വിശുദ്ധമായ റമദാൻ നമ്മുടെ ലൈഫാണ്, അതിഥിയാണ്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യുക്രിം ലൈഫ. നമ്മുടെ അതിഥിയാണ് വിശുദ്ധമായ റമദാൻ. ആ റമദാനിനെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങി തയ്യാറാകണം. എല്ലാറ്റിനും അതിൻ്റെതായ ഒരുക്കമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നഹു അലാ കുല്ലി ശൈഇൻ ഖദീർ, എല്ലാറ്റിനും കഴിവുള്ളവനാണ്. പക്ഷേ ഈ ഭൂമിയെയും ആകാശത്തെയും പ്രപഞ്ചത്തെയും അല്ലാഹു സൃഷ്ടിക്കുമ്പോൾ അല്ലാഹുവിൻ്റെ ഖുർആൻ പറയുന്നത് അല്ലദീ ഖലഖൽ അർള വസ്സമാവാത്, ആകാശവും ഭൂമിയും അവൻ സൃഷ്ടിച്ചത് 7 ദിവസം എടുത്തുകൊണ്ടാണ്. എന്തിനാ അങ്ങനെ ഒരുക്കാൻ? അത് നമ്മളെ പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിനെല്ലാം കഴിയുന്ന അല്ലാഹു ഏത് കർമ്മത്തിനും നമ്മൾ തയ്യാറാകുമ്പോൾ ഒരു ഒരുക്കം, അപദാനത, സാവധാനം, അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പ് അനിവാര്യമാണ്. ഇതുപോലെ നമ്മളെ അതിഥിയാണ് വിശുദ്ധമായ റമദാൻ. അല്ലാഹു ഖബൂലാക്കട്ടെ. വേണ്ടതുപോലെ സ്വീകരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ അതിഥിയെ എങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്?
വിശുദ്ധമായ റമദാൻ വരുമ്പോ തെറ്റുകുറ്റങ്ങളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട്, ചെയ്തികളൊക്കെ നന്നാക്കിക്കൊണ്ട്, ഖൽബ് നന്നാക്കിക്കൊണ്ട് നമ്മൾ വിശുദ്ധമായ റമദാനിനെ സ്വീകരിക്കണം. റമദാനിന്റെ ആദ്യ രാത്രി അതിൻ്റെ പിറവി കണ്ടു എന്നറിഞ്ഞാൽ ഏതെങ്കിലും സ്ഥലത്തുനിന്ന് ഓടി വന്നിട്ട് റമദാനായോ എന്ന ചോദ്യമല്ല. റമദാൻ കടന്നു വരുന്നു എന്ന് സംശയമുള്ള ദിവസം നമ്മൾ അതിനെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങി തയ്യാറാകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പ്രത്യേകിച്ച് എല്ലാ രാത്രിയുടെയും എല്ലാ മാസത്തിൻ്റെയും ആദ്യ രാത്രി ശ്രേഷ്ഠതയുള്ള രാത്രിയാണ്. റജബിൻ്റെ ആദ്യ രാത്രി ശ്രേഷ്ഠതയുള്ള രാത്രിയാണെന്ന് മഹാന്മാരാകുന്ന ഉലമാക്കൾ പഠിപ്പിക്കുന്നുണ്ട്. ഇമാം ഖസാലിയെ പോലെയുള്ള ഒരുപാട് ഉലമാക്കൾ റജബിൻ്റെ ആദ്യ രാത്രി ശ്രേഷ്ഠതയുള്ള രാത്രിയാണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. പല സൂഫിയാക്കളും ശഅബാനിന്റെ ആദ്യ രാത്രി സ്വീകരിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ വിശുദ്ധമായ റമദാനിന്റെ ആദ്യ രാത്രി വളരെ ഒരുക്കത്തോടുകൂടെ സ്വീകരിക്കേണ്ട രാത്രിയാണ്. നമ്മുടെ കഴിഞ്ഞുപോയ ഉമ്മമാർ ചിലപ്പോൾ നിസ്കാരത്തിൽ അവർ പിറകോട്ടായിരിക്കാം. പൂർവികരായ ആളുകൾ നിസ്കാരത്തിന്റെ വിഷയത്തിൽ ചിലപ്പോൾ പിറകോട്ടായിരിക്കാം. എങ്കിൽ പോലും റമദാൻ കടന്നു വരുന്നതിന് മുന്നേ, ബറാഅത്തിന്റെ രാവിന്റെ മുന്നേ ചുറ്റുപാടുകൾ വൃത്തിയാക്കുകയാണ്, നിസ്കാരക്കുപ്പായങ്ങൾ വൃത്തിയാക്കുകയാണ്, നിസ്കരിക്കുന്ന പായ മുസല്ലകൾ വൃത്തിയാക്കുകയാണ്, എല്ലാം തയ്യാറാക്കി വെക്കുകയാണ്. ചിലപ്പോൾ ഇന്നത്തെ പോലെ ഖുർആൻ ഓതാൻ അവർക്കറിയില്ല. മദ്രസകൾ സുലഭമായി ഉണ്ടായിട്ടില്ല. വിശുദ്ധമായ ഖുർആൻ തെറ്റുകൂടാതെ ഓതാൻ അവർക്കറിയില്ലെങ്കിലും ഖുർആൻ പൊടി തട്ടി വൃത്തിയാക്കി ഖുർആൻ ഓതാൻ വേണ്ടി അവർ തുടങ്ങുകയാണ്. റമദാനിന്റെ മുന്നേ തന്നെ വിശുദ്ധമായ ഖുർആനിന്റെ പാരായണം അവർ ആരംഭിക്കുകയാണ്. അങ്ങനെയാണ് നമ്മളും വേണ്ടത്. റമദാനിന്റെ ആദ്യ രാത്രി കടന്നു വരുമ്പോ അന്ന് മുതൽ നന്നാകലല്ല, അതിന് മുന്നേ ഒരുങ്ങി തയ്യാറാകണം. ബറാഅത്ത് രാവ് അതിനു വേണ്ടി സംവിധാനിച്ചതാണ്. റജബ് അതിൻ്റെ ദുആ, അതിൻ്റെ ഒരുക്കത്തിന് വേണ്ടിയുള്ള ആഹ്വാനമാണ്. എല്ലാറ്റിനും നമുക്ക് ഒരുക്കമുണ്ട്. റമദാനിന്റെ പൊന്നമ്പിളി പിറന്നു എന്നറിഞ്ഞാൽ അതിനെ സ്വാഗതം ചെയ്തിട്ടുള്ള ദിക്റുണ്ട്. ആ ദിക്റ് നമ്മൾ ചൊല്ലണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഏത് മാസവും അതിൻ്റെ ഹിലാല് കണ്ണാൽ ചൊല്ലുന്ന ദിക്റുണ്ട്. അത് നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ റമദാനിന്റെ ആദ്യ രാത്രി ഏതെങ്കിലും ടൗണുകളിൽ നിറഞ്ഞു ഓടി വരേണ്ടവനല്ല. ഇന്ന് റമദാനാകാൻ സാധ്യതയുണ്ട്. റമദാനാകാൻ സാധ്യതയുണ്ടെങ്കിൽ ഒരുങ്ങി അവൻ തയ്യാറാകേണ്ടതുണ്ട്. കാരണം റമദാനിന്റെ ആദ്യ രാവ് അത് റഹ്മത്തിന്റെ രാവാണ്, ശ്രേഷ്ഠതയുള്ള രാവാണ്. ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ റമദാൻ, റമദാനിന്റെ ആദ്യ രാത്രി പറന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുകയാണ്. ഇലാ ഖൽഖിഹി, അല്ലാഹുവിന്റെ സൃഷ്ടികളിലേക്ക് റഹ്മത്തിന്റെ നോട്ടം അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യ രാത്രിയിൽ തന്നെ നോക്കുമെന്ന് മഹാന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഹദീസുകൾ നമ്മളെ ഉത്ബോധിപ്പിക്കുകയാണ്. അല്ലാഹു നല്ല ബോധം നൽകട്ടെ. റമദാനിന്റെ ആദ്യ രാത്രി ഏതെങ്കിലും ടൗണുകളിൽ നിന്ന്, ഏതെങ്കിലും വേണ്ടാത്തരങ്ങളിൽ നിന്ന് ഓടി വന്നുകൊണ്ട് തറാവീഹ് നിസ്കരിക്കേണ്ട രാത്രിയല്ല. നേരത്തെ തന്നെ അത് വരാൻ സാധ്യതയുണ്ടെന്നറിയുന്ന രാത്രി തന്നെ
ഒരുങ്ങി തയ്യാറാകേണ്ട രാത്രിയാണ്. കാരണം ആദ്യ രാത്രി അതിൻ്റെ തുടക്കത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകളിലേക്ക് റഹ്മത്തിൻ്റെ നോട്ടം നോക്കുകയാണ്. അതാണ് അല്ലാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കുന്നത്. ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ റമളാൻ നദറല്ലാഹു ഇലാ ഖൽഖി. അല്ലാഹുവിൻ്റെ റഹ്മത്തിൻ്റെ നോട്ടം ആദ്യ രാത്രിയിൽ തന്നെ ഉണ്ടാവുകയാണ്. അല്ലാഹു അതിനെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. എങ്ങനെയാ അതിനെ സ്വീകരിക്കേണ്ടത്? നല്ല മനസ്സോടെ റമദാനിനെ സ്വീകരിക്കണം. ഞാനൊരു കാര്യം ഉണർത്തട്ടെ, നമ്മൾ മുനാഫിഖാണോ മുഅ്മിനാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഏറ്റവും നല്ല മാർഗമാണ് ശഹ്റു റമളാൻ. അല്ലാഹു നമ്മളെ നിഫാഖിൽ നിന്ന് രക്ഷപ്പെടുത്തട്ടെ. അല്ലാഹു നിഫാഖിൽ നിന്ന് രക്ഷപ്പെടുത്തട്ടെ. ഒരാള് മുഅ്മിനാണോ മുനാഫിക്കാണോ എന്ന് തിരിച്ചറിയാൻ റമളാനിനെ കൊണ്ട് സാധിക്കും. റമളാൻ വരുന്നു എന്നറിയുമ്പോൾ ബേജാറുണ്ടോ? ഓനിക്ക് നിഫാഖിന്റെ അടയാളമുണ്ട്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. റമളാൻ വരുന്നതിൽ മനസ്സിന് വലിയ സന്തോഷമാണ്. റമളാനാണല്ലോ കടന്നു വരുന്നത്. അല്ലാഹുവേ, ഏറെ പ്രതിഫലമുള്ള രാവുകളാണല്ലോ. അങ്ങനെയാകുമ്പോ റമളാനിൽ അവന്റെ ഖൽബ് സന്തോഷിക്കുകയാണ്, ആനന്ദത്തിന്റെ നൃത്തമാടുകയാണ്. അവൻ മുഅ്മിനാണ് എന്നതിൻ്റെ അടയാളമാണ്. റമളാനല്ലേ കടന്നു വരുന്നത്. ഇനി ഒരു മാസം വലിയ പ്രയാസാണല്ലോ, ഇനി ഒരു മാസം വലിയ ബുദ്ധിമുട്ടാണല്ലോ. ഒരു മാസം നോമ്പനുഷ്ഠിക്കണ്ടേ, ജമാഅത്തിന് പോകേണ്ടതല്ലേ, തെറ്റുകുറ്റങ്ങളൊക്കെ മാറ്റി നിർത്തണ്ടേ. ഈ ചിന്തയാണോ നിന്റെ ഖൽബിലേക്ക് കടന്നു വരുന്നതെങ്കിൽ അത് വിഷമകരമാണ്, നിഫാഖിന്റെ കാപട്യത്തിന്റെ അടയാളമാണ്. ുണ്ടോ എന്ന് ഭയപ്പെടുന്നവരായിരുന്നു സ്വഹാബത്തിന്. നിഫാഖിന്റെ അടയാളങ്ങളുണ്ടോ എന്ന് ബേജാറാൻ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മുനാഫിക്കിന്റെ അടയാളം പറയുന്നുണ്ട്. ആയത്തുൽ മുനാഫിഖി സലാസ. മുനാഫിക്കിന്റെ അടയാളം 3 എണ്ണമാണ്. ചില റിപ്പോർട്ടിൽ 4 എണ്ണമാണ്. ഇദാ വഅദ അഖ്ലഫ. അവൻ വാഗ്ദത്തം ചെയ്താൽ അവൻ ലംഘിക്കുന്നവനാണ്. വഇദാ ഹദസ കദബ. വർത്തമാനം പറഞ്ഞാൽ അവൻ കളവ് പറയുന്നവനാണ്. ഇങ്ങനെയുള്ള ചില അടയാളങ്ങള് മഹാനായ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മുഅ്മിനിന്റെ അടയാളമായി പറയുന്നുണ്ട്. വാ പൊളിച്ച കളവ് പറയുന്നവനാണ്, അവൻ മുനാഫിക്കാണ്. വാഗ്ദാനങ്ങൾ പറയുന്നവനാണ്, അവനത് ലംഘിക്കുന്നവനാണ്, മുനാഫിക്കാണ്. അവൻ കളവ് പറയുന്നവനാണ്. ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉള്ളവനാണോ അവൻ നിഫാഖിന്റെ അടയാളമുള്ളവനാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. നാവ് സത്യത്തിന്റെ നാവാകണം. അല്ലാഹു അങ്ങനെയുള്ളവരിൽ നമ്മളെ ചേർക്കട്ടെ. എന്നാൽ ഞാൻ മുനാഫിക്കാണോ എന്ന് വിലയിരുത്താനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ശഹ്റ റമളാൻ. റമളാൻ വരുമ്പോ നിന്റെ ഖൽബിൽ പ്രയാസമാണോ, നീ മുനാഫിഖാണ് എന്ന് ഭയപ്പെടണം. മഅദല്ലാഹ്, അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറയാൻ, മാ അതാ അലൽ മുഅ്മിനി ശഹ്റുൻ ഖൈറുൽ ലഹും മിൻ റമളാൻ. റമളാനിനേക്കാൾ ഖൈറായ ഒരു മാസം
ഒരു മുഅ്മിന് വരാനില്ല. മുത്ത് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമാ അതാ അലൽ മുനാഫിഖി ശഹ്റുൻ ശർറുൻ ലഹും മിൻ റമളാൻ. മുനാഫിക്കിനാണോ റമളാനിനേക്കാൾ ശർറായ ഒരു മാസം അവനിക്ക് വരാനില്ല എന്ന് മഹാനായ മുത്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഉൾക്കൊള്ളുന്ന ഖൽബ് നൽകട്ടെ. നമ്മളൊക്കെ ഒരു പുനരാലോചന നടത്തേണ്ട മാസമാണ് റമളാൻ. കടന്നു വരുമ്പോ ഖൽബിലൊരു വിമ്മിട്ടമുണ്ടോ, വിഷമമുണ്ടോ, പ്രയാസമുണ്ടോ, നിഫാഖ് കയറി കൂടിയിട്ടുണ്ട്. അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ, അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ, അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. സ്വഹാബിവര്യന്മാർ അങ്ങനെയാണ്. നിഫാഖ് വന്നു പോകുന്നു, വല്ലാത്ത ബേജാറാണ്. അതാണ് ഞാൻ മുമ്പ് പറഞ്ഞോന്നറിയില്ല, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക്, അബൂബക്കർ തങ്ങളുടെ മുന്നിലേക്ക് ഹൻദല എന്ന് പറഞ്ഞ സഹാബി വന്നിട്ട് പറയുന്നുണ്ട്, ഹൻദലത്തുൽ ഉസൈദി നാഫഖ ഹൻദല, ഹൻദല മുനാഫിക്കായിരിക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ചോദിച്ചതാണ്, ഹൻദല റളിയല്ലാഹു അൻഹു കണ്ടപ്പോൾ കൈഫ അൻത യാ ഹൻദല, എങ്ങനെയുണ്ട് വിശേഷം? ഹൻദല പറയുന്നു, ഞാൻ മുനാഫിക്കാണ്. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഇഷ്ട സഹാബിയാകുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, സുബ്ഹാനല്ലാഹ് മാ തഖൂൽ ഹൻദല, ഹൻദല നീ എന്താണ് പറയുന്നത്? മുനാഫിക്കാണെന്നോ? ആ സമയത്ത് ഹൻദല റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അബൂബക്കർ തങ്ങളെ, നമ്മൾ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സദസ്സിൽ നിന്ന് എന്തെങ്കിലും കേൾക്കുമ്പോൾ, ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ, ഇദക്കിറുനാ ബിന്നാരി വൽ ജന്ന, അല്ലാഹുവിൻ്റെ റസൂൽ നരകത്തെക്കുറിച്ച് സ്വർഗത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ സ്വർഗത്തെയും നരകത്തെയും കാണുന്നത് പോലെയുണ്ട്. നമുക്ക് ഈമാൻ വർദ്ധിക്കുന്നുണ്ട്, നമുക്ക് വല്ലാതെ ആവേശമുണ്ടാകുന്നുണ്ട്. ഫഖറജ്നാ മിൻ ഇൻദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ നിന്ന് നമ്മൾ പുറപ്പെട്ടിട്ട്, ഇദാ ഖറജ്നാ മിൻ ഇൻദി റസൂലില്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സവിധത്തിൽ നിറങ്ങിയാൽ, ആഫസ്നൽ അസ്വാജ വൽ ഔലാദ വൽ ഔലാദ വല്ലയാദ്, നമ്മുടെ ഭാര്യമാരിലേക്ക്, മക്കളിലേക്ക്, ജോലികളിലേക്ക്, മറ്റ് കാര്യങ്ങളിലേക്ക് നമ്മൾ ഏർപ്പെടുമ്പോൾ നസീനാ കസീറാ, നമ്മൾ വല്ലാതെ മറന്നു പോകുകയാണ്. സ്വർഗത്തെ മറന്നു പോകുന്നു, നരകത്തെ മറന്നു പോകുന്നു. ഇത് നിഫാഖിൻ്റെ അടയാളമല്ലേ? അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മുന്നിൽ വല്ലാതെ ഈമാനുണ്ട്. അങ്ങനെ നമ്മൾ പുറത്തേക്ക് വന്നിട്ട് നമ്മളെ ജോലിയിലൊക്കെ വ്യാപൃതരാകുമ്പോൾ ഈമാൻ കുറഞ്ഞു പോകുകയാണ്, നരകത്തെ മറന്നു പോകുകയാണ്, സ്വർഗത്തെ മറന്നു പോകുകയാണ്. ഇതെനിക്ക് കണ്ട് അനുഭവിക്കുമ്പോൾ വലിയ ബേജാറാണ്. അബൂബക്കർ തങ്ങളെ എന്ന് പറയുമ്പോൾ അബൂബക്കർ തങ്ങൾ പറയാൻ, നകൂനു മിസ്ല ദാലിക്, ഇതുപോലെ തന്നെയാണ് നമ്മളൊക്കെ ആകുന്നത്. ഞാനും നിന്റെ കേൾക്കുമ്പോൾ ബേജാറായി ഹൻദല, അതുകൊണ്ട് പരിഹാരം വേണ്ടേ? പരിഹാരത്തിൻ്റെ കേന്ദ്രമാകുന്ന മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക് കൂട്ടിപ്പോകുകയാണ്. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മുന്നിലേക്ക് ഈ പരാതി അങ്ങ് പറയുമ്പോൾ റസൂലുള്ളാഹ് പറയാണ്, ഹൻദല സഅതം ഫസഅ, ചില സമയം നിങ്ങൾക്ക് ഈമാനിൻ്റെ വർധനവുണ്ടാകും, ചില സമയത്ത് കുറഞ്ഞു പോകും. ബേജാറാകണ്ട, വിഷമിക്കണ്ട. ഈമാൻ അങ്ങനെയാണ്, ചില സമയത്ത് ഉണ്ടാകും, ചില സമയത്ത് കുറഞ്ഞു പോകും. ബേജാറാകണ്ട ഹൻദല. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വാന്തനപ്പെടുത്തുകയാണ്.
നമ്മളും ആലോചിക്കേണ്ട വിഷയമാണ്. റമദാൻ വരുമ്പോ നിന്റെ ഖൽബിന്റെ ഉള്ളിൽ സന്തോഷത്തിൻ്റെ, ആഹ്ലാദത്തിൻ്റെ, ആനന്ദത്തിൻ്റെ സ്പർശമാണോ കടന്നു വരുന്നതെങ്കിൽ നീ മുഅ്മിനാണ്, സംശയമില്ല. ഇനി റമദാനല്ലേ വരാൻ പോകുന്നത്, ഒരു മാസം വല്ലാത്ത കഷ്ടപ്പാടാണല്ലോ. ഈ ചിന്തയാണ് നിന്റെ ഖൽബിലേക്ക് വരുന്നതെങ്കിൽ പ്രയാസമാണ്, നിഫാഖിൻ്റെ അടയാളമാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഒരു പുനരാലോചനന്റെ സമയമാണ്. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. നമ്മളൊന്ന് ആലോചിക്കുക, നമ്മളെ വിലയിരുത്താനുള്ള ഏറ്റവും നല്ല അവസരമാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനായാൽ മുഅ്മിനീങ്ങളോട് വഅദ് പറയും, ഖദ് ജാഅക്കും ശഹ്റു റമളാൻ. റമളാൻ വന്നിട്ടുണ്ട് സ്വഹാബ, ശ്രദ്ധിക്കണേ, റമദാൻ കടന്നു വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വലിയ സവാബം കൊണ്ടാണ് വന്നിരിക്കുന്നത്. സ്വഹാബ ശ്രദ്ധിക്കണേ, തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കണേ, റമദാനിനെ വരവേൽക്കണേ. അല്ലാഹു റമദാനിനെ വേണ്ട അർത്ഥത്തിൽ വരവേൽക്കുന്നവരിൽ നമ്മളെ ചേർക്കട്ടെ. എങ്ങനെയാണ് റമദാനിനെ വരവേൽക്കേണ്ടത്? റമദാൻ അതിഥിയാണ്. ആ റമദാൻ നമ്മൾക്ക് അനുകൂലമായ സാക്ഷി നിൽക്കണം, അല്ലേ? നമ്മൾ ദുആ ചെയ്യാറുണ്ട്, അല്ലാഹുമ്മ ജഅൽ ഹാദാ ശഹ്റ റമദാനനാ ഷാഹിദൻ ലനാ വലാ ഷാഹിദൻ അലൈനാ. اللهم اجعل هذا الشهر الشريف شاهدا لنا شاهدا علينا. اللهم اجعل هذا الشهر شاهدا لنا ولا شاهدا علينا. റബ്ബേ, ഈ മാസത്തെ ഷാഹിദാക്കണേ, സാക്ഷിയാക്കണേ അല്ലാ എന്ന് നമ്മൾ ദുആ ചെയ്യാറുണ്ട്. റമദാൻ അനുകൂലമായ സാക്ഷി നിൽക്കണം. റമദാൻ തർക്കിക്കുന്നവരായി, റമദാൻ കോപിക്കുന്നവരായി നമ്മൾ മാറാൻ പാടില്ല. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, നാളെ ആഖിറത്തിൽ ചില ആളുകളെ വലിച്ചു കൊണ്ടുവരുന്നുണ്ട്. മലക്കുകൾ അവരെ വലിച്ചു കൊണ്ടുവരികയാണ്. കാണുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂലിന് വിഷമമാകുകയാണ്. എൻ്റെ ഉമ്മത്താണല്ലോ, അവരെ വിളിച്ചു കൊണ്ടുവരികയാണല്ലോ. വല്ലാത്ത പ്രയാസമാണ്. ആ പ്രയാസം കാണുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂല് മലക്കുകളോ ചോദിക്കുകയാണ്, എന്തിനാ ഇവരെ വിളിച്ചു കൊണ്ടുവരുന്നത്? അവരെക്കുറിച്ച് മലക്കുകൾ പറയാൻ, അവർ റമദാൻ തർക്കിച്ചവരാണ്. മൻ ഖസമഹും റമളാൻ. റമളാൻ തർക്കിച്ചവരാണവർ. അല്ലാഹുവിൻ്റെ റസൂൽ ആ സമയത്ത് പറയാൻ, മാ ഉബദ്ദിഉ നഫ്സി അന ബരീഉൻ അന ബരീഉൻ അന ബരീഉൻ മിമ്മൻ ഖസമഹു റമളാൻ. റമദാൻ ആരെക്കുറിച്ചൊക്കെ തർക്കിക്കുന്നുണ്ടോ അവരെ തൊട്ട് ഞാൻ ഒഴിവായവനാണ്. അവർക്ക് ശഫാഅത്ത് ചെയ്യാൻ ഞാനില്ല. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. റമദാൻ പ്രതികൂലമായി സാക്ഷി നിൽക്കാൻ പാടില്ല. ആരാ റമദാൻ പ്രതികൂലമായി സാക്ഷി നിൽക്കുന്നവരെന്നറിയോ? ചിന്തിക്കണേ, ആലോചിക്കണേ. ഉമ്മമാരെ, ഉപ്പമാരെ, രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ആരാ റമദാൻ തർക്കിക്കുന്നവരെന്നറിയുമോ? നിന്റെ അയൽവാസിയോട്, നിന്റെ കുടുംബക്കാരോട് തെറ്റി നിൽക്കുന്നവരാരൊക്കെയാണോ അവരോട് റമദാൻ തർക്കിക്കുന്നവരാണ്. അല്ലാഹു രക്ഷപ്പെടുത്തണ്ടേ. ഭർത്താവിനോട് മിണ്ടാത്ത പെണ്ണുണ്ടോ? ഭാര്യയോട് അകന്നു നിൽക്കുന്ന ഭർത്താവുണ്ടോ? ഉമ്മയോട് അകന്നു നിൽക്കുന്നവരുണ്ടോ? ജ്യേഷ്ഠനോട് മിണ്ടാത്തവരുണ്ടോ? അനുജനെ കണ്ടാൽ സംസാരിക്കാത്തവരുണ്ടോ? എളാമയോട് മിണ്ടാത്തവരുണ്ടോ? ഇങ്ങനെ ആരൊക്കെ കുടുംബക്കാരോട് തെറ്റി നിൽക്കുന്നുണ്ടോ അവർക്ക് റമദാനില്ല. അവരോട് റമദാൻ തർക്കിക്കുന്നവരാണ്.
അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ, അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. ഞാൻ നിർത്തുകയാണ്. വിശുദ്ധമായ റമദാനിന്റെ ആദ്യ രാത്രി നമ്മളിലേക്ക് കടന്നു വരുമ്പോ ആരോടെങ്കിലും വെറുപ്പുള്ളവരാണോ? റമദാൻ തർക്കിച്ചവരാണ്. അള്ളാന്റെ റഹ്മത്തിന്റെ നോട്ടം അവരിലേക്കില്ല. അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. റമദാനിന്റെ ആദ്യ രാവില്ലാതെ മാത്രമല്ല, ബറാഅത്ത് രാവ് അവർക്ക് കിട്ടിയിട്ടില്ല. ലൈലത്തുൽ ഖദർ അവർക്ക് കിട്ടാനും പോകുന്നില്ല. ലൈലത്തുൽ ഖദർ അവർക്ക് കിട്ടാനും പോകുന്നില്ല. ആരൊക്കെയാണ് അവരെന്നറിയുമോ? അൽ മുശാഹിൻ വആഖുൽ വാലിദൈൻ. പരസ്പരം വെറുത്തു നിൽക്കുന്നവർ, അയൽവാസിയോട് അകന്നവർ, കുടുംബക്കാരോട് തെറ്റി നിൽക്കുന്നവർ ആരൊക്കെയുണ്ടോ അവർക്ക് റമദാനില്ല. അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. ഉമ്മയോട് മിണ്ടാത്തവരുണ്ടോ? അവരമൽ ഉയരൂല. നിന്റെ പരിചയക്കാരനോട്, ജ്യേഷ്ഠനോട്, അനുജനോട്, പെങ്ങളോട്, ആങ്ങളയോട്, ഭർത്താവിനോട്, ഭാര്യയോട്, ആരൊക്കെ നിന്റെ പരിചയക്കാരായി, ബന്ധുമിത്രാദികളായി ആരൊക്കെയുണ്ടോ അവരോട് മിണ്ടാത്തവരാണോ നിന്റെ അമൽ ഉയരൂല. അല്ലാഹുവിന്റെ റസൂല് പറയാണ്, അമൽ ഉയരാത്തവരാരൊക്കെയാണെന്നറിയുമോ? അൽ മുശാഇ الذي لا يتكلم أخاه المسلم فوق 3 أيام. 3 ദിവസത്തിൽ കൂടുതൽ തൻ്റെ പരിചയക്കാരനോട്, തൻ്റെ അയൽവാസിയോട്, തൻ്റെ കുടുംബക്കാരനോട് മിണ്ടാത്തവരാണോ അവരെ അമൽ ഉയർത്തൂല. ശഅബാൻ അമൽ ഉയർത്തുന്ന മാസമാണ്. എന്തേ മുത്തുനബിയെ ഈ മാസത്തെ ഇങ്ങനെ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് ആഘോഷിക്കുന്നതെന്ന് ചോദിച്ചപ്പോ അള്ളാന്റെ റസൂല് പറയുന്നുണ്ട്, ആദാ സഹറും യുർഫഉ അമലി, എൻ്റെ അമൽ ഉയർത്തപ്പെടുന്ന മാസമാണ്. അന ഉഹിബ്ബു അൻ യുർഫഅ അമലി വ അന സായിം, ഞാൻ നോമ്പുകാരനായി എൻ്റെ അമൽ ഉയർത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. അല്ലാഹു ഉൾക്കൊള്ളുന്ന ഖൽബ് നൽകട്ടെ. അതുകൊണ്ട് തെറ്റി നിൽക്കുന്നവരാണോ റമദാനിന്റെ ആദ്യ രാത്രി വരുന്നതിന് മുന്നേ പൊരുത്തപ്പെടിക്കണേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിൽ വാശി വേണ്ട, വീറ് വേണ്ട, അഹങ്കാരം വേണ്ട. ഞാനെന്തിന് അവൾക്ക് താഴ്ന്നു കൊടുക്കണം, ഞാനെന്തിന് അവനക്ക് താഴ്ന്നു കൊടുക്കണം, ഇത് ചിന്തിക്കേണ്ട. നീ താഴ്ന്നു കൊടുത്തിട്ട് അങ്ങോട്ട് പോയി ബന്ധപ്പെടുന്നവനാണോ നിനക്ക് അല്ലാഹുവിന്റെ ഖൈറുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് ഒരു സ്വഹാബി വരികയാണ്. സ്വഹാബി വന്നിട്ട് പറയാണ്, നബിയേ ഇന്നലി ഖറാബ, എനിക്കൊരു ബന്ധമുണ്ട് നബിയേ. അന അസിലുഹും വയഖ്തഊനി, ഞാൻ അവരോട് ബന്ധം അങ്ങോട്ട് ചാർത്തുന്നുണ്ട്, ഞാൻ അവരോട് ബന്ധപ്പെടുന്നുണ്ട്, പക്ഷേ അവരെന്നോട് ബന്ധം മുറിക്കുകയാണ്. അസിലുഹും യഖ്തഊനി, ഞാൻ അവരോട് ബന്ധം പുതുക്കുന്നുണ്ട്, അവരെന്റെ ബന്ധം മുറിക്കുകയാണ്. വഉഹ്സിനുഹും വയുസീഊന ഇലൈഹി, ഞാൻ അവരോട് ഇഹ്സാൻ ചെയ്യുന്നുണ്ട്, നല്ല സമീപനം നടത്തുന്നുണ്ട്, അവരെന്നോട് മോശപ്പെട്ട സമീപനമാണ് നടത്തുന്നത്. നബിയേ വലിയ വിഷമത്തിലാണ് ഞാൻ, കുറ്റക്കാരനാണോ? അല്ലാഹുവിന്റെ റസൂല് പറയാ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് ഖൈർ ചെയ്യും സ്വഹാബി. നീ ബേജാറാകണ്ട, നീ ബുദ്ധിമുട്ടേണ്ട. നീ പറയുന്നത് നേരാണെങ്കിൽ ഈ കാര്യം നീ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ ഖൈർ നിന്നിലേക്ക് സന്നിവേശിക്കും. നീ ബേജാറാകണ്ട. അതുകൊണ്ട് ഉമ്മമാരെ വാശി മാറ്റിവെച്ചോ, അഹങ്കാരം മാറ്റിവെച്ചോ. ആരോടൊക്കെ തെറ്റി നിൽക്കുന്നുണ്ടോ നന്നായി മുന്നോട്ട് പോയിക്കോ. റമദാൻ കളയണ്ട, ലൈലത്തുൽ ഖദർ ഇല്ലാതാക്കണ്ട,
ബറാഅത്ത് രാവ് നഷ്ടപ്പെടണ്ട. ബന്ധങ്ങൾ നന്നാക്കി മുന്നോട്ട് പോയിക്കോ. എത്രയെത്ര ആളുകളാ ഭർത്താക്കന്മാരോട് തെറ്റിലാണ്, അവരോട് അനുസരക്കേട് കാണിക്കുകയാണ്. ഇന്നലെയും ഒരു ഭർത്താവ് വന്ന് പറയാണ്, ഉസ്താദേ ഭാര്യ അനുസരിക്കുന്നില്ല, ഭയങ്കര നോമ്പുകാരിയാണ്, ഭയങ്കര ഖുർആനോത്തുകാരിയാണ്, ഭയങ്കര നിസ്കാരക്കാരിയാണ്, തഹജ്ജുദ് നിസ്കരിക്കാറുണ്ട്, ദുഹാ നിസ്കാരമുണ്ട്, റവാത്തിബ് നിസ്കാരമുണ്ട്, വിത്ർ നിസ്കാരമുണ്ട്, എല്ലാ സകല സുന്നത്ത് നിസ്കാരത്തിൻ്റെയും വലിയ താല്പര്യമുള്ള ആളാണ്, പെണ്ണാണ്. പക്ഷേ എന്നെ അനുസരിക്കുന്നില്ല, എന്നോട് ഇഷ്ടമില്ല, എന്നോട് വെറുപ്പാണ്, ഞാൻ പറയുന്നത് അനുസരിക്കുന്നില്ല, ചോദിച്ചതിന് മറുപടിയില്ല. ഉമ്മമാരെ, സഹോദരിമാരെ, ആലോചിക്കണേ. നിന്റെ സുന്നത്ത് നിസ്കാരങ്ങള്, നിന്റെ ഖുർആനോത്തുകള്, നിന്റെ എല്ലാ ഇബാദത്തുകളും നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കൂല. അത് മാത്രല്ല, 3 ദിവസത്തിനപ്പുറത്തേക്ക് നിന്റെ അമല് ഉയർത്തൂല. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ഉൾക്കൊള്ളുന്ന ഖൽബ് നൽകട്ടെ. ഇതുപോലെ ഭാര്യമാരെ ബുദ്ധിമുട്ടിക്കുന്നവരുണ്ട്, പ്രയാസപ്പെടുത്തുന്നവരുണ്ട്, വേദനിപ്പിക്കുന്നവരുണ്ട്, കയർത്ത് സംസാരിക്കുന്നവരുണ്ട്. അവരും ആലോചിക്കണേ. നിന്റെ ഭാര്യയെ വേദനിപ്പിച്ച് അവരെ വല്ലാതെ കഷ്ടപ്പാടുകൾ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് എത്രയെത്ര അമലുകൾ ചെയ്തിട്ടും കാര്യമില്ല. അല്ലാഹു നല്ല ബോധം നൽകട്ടെ. മാതാപിതാക്കളെ വെറുപ്പിച്ചിട്ട് നീ 10,000 ഉംറ ചെയ്തിട്ടും കാര്യമില്ല. കഅബന്റെ ഉള്ളിൽ പോയി നീ നിസ്കരിച്ചിട്ടും കാര്യമില്ല. നിന്റെ അമല് നിഷ്ഫലമാണ്. അല്ലാഹു നല്ല ബോധം നൽകട്ടെ. അല്ലാഹു നല്ല ബോധം നൽകട്ടെ. അല്ലാഹു നല്ല ബോധം നൽകട്ടെ. അതുകൊണ്ട് വിശുദ്ധമായ റമളാന കടന്നു വരുന്നത്, ഖൽബ് ശുദ്ധിയാക്കണം, അമലുകൾക്ക് മാറ്റമുണ്ടാകണം, സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണം. ഈ ശഅബാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ ആഹ്വാനം ചെയ്ത, ആ ആഹ്വാനം ഇറങ്ങിയ മാസമാണ്. സലാത്തിനോട് കൂടുതൽ ബന്ധമുള്ള മാസമാണ്. വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യൽ വർദ്ധിപ്പിക്കണം. ഖത്മുൽ ഖുർആൻ ഇപ്പോഴേ തുടങ്ങണം. ഖുർആനോട് ബന്ധമുണ്ടാകണം. ഖുർആൻ അവതരിച്ച മാസമാണ്. അതിന് നേരത്തെ തന്നെ ഒരുങ്ങി തയ്യാറാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ വിശുദ്ധമായ റമളാനിനെ അറിയിക്കുന്ന രൂപത്തിൽ സ്വീകരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ റമളാനിനെ വരവേൽക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. കഴിഞ്ഞുപോയ റമളാനുകളെ അല്ലാഹു ഖബൂലാക്കട്ടെ. റമളാൻ തർക്കിക്കുന്നവരിൽ നിന്ന് അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ഇൻഷാ അല്ലാഹ് നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ